ടെർണറി ഓപ്പറേറ്റർ എന്താണെന്നുള്ളത് നോക്കാം. യെസ്, ഇഫ് ഒരു സിമ്പിൾ ഇഫ് കണ്ടീഷൻ. ഇഫ് ഞാൻ ഇവിടെ ഒരു വേരിയബിൾ എഴുതുന്നു, ലെറ്റ് നമ്പർ ഈക്വൽ ടു 2. ഓക്കെ, ഞാനിവിടെ നമ്പർ ഈക്വൽ ടു 2 ആണെങ്കിൽ ലോഗ്, അല്ലെങ്കിൽ എൽസ്. ഇല്ല, ഇത് സിമ്പിൾ, ഒരു സിമ്പിൾ ഇഫ് കണ്ടീഷൻ. നമ്പർ ഈക്വൽ ടു ടു ആണോ നോക്കും. ആണെങ്കിൽ കൺസോൾ ലോഗ് നമ്പർ ഈസ് 2, അല്ലെങ്കിൽ നോട്ട് 2. ഇവിടെ നമ്പർ ഈസ് 2, ഞാനിപ്പോ ഇവിടെ 20 ആണ് കൊടുക്കുന്നതെങ്കിൽ നോട്ട് 2. അത്രേ ഉള്ളൂ. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു ലോഗ് ഇട്ടു, ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഇട്ട്, നമ്മുടെ ഇതിനെ പരിചയം ഉണ്ടെന്നോ, നമ്മുടെ സ്ട്രിംഗ് ഇന്റർപൊലേഷൻ മുന്നത്തെ ഇതിൽ പറഞ്ഞാൽ, ഞാൻ അതിനകത്തൊരു വേരിയബിൾ ഇടാൻ വേണ്ടി, അതിൻ്റെ ഒരു ലോജിക്ക് എഴുതാൻ വേണ്ടി ഇട്ട്. ഇതിനകത്ത് ഞാൻ നമ്പർ ഈക്വൽ ടു 2 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ആണെങ്കിൽ ഇങ്ങനല്ല. ഇതിന്റെ ഏകദേശം ഒരു മിനിറ്റ് ഇങ്ങനെയാണോ? ഇങ്ങനെയല്ലല്ലോ, ഒരു മിനിറ്റ്. ഇവിടെ ലോഗ് വേണ്ട വീണ്ടും. യെസ്, ഇതിവിടെ കമന്റ് ചെയ്തിരുന്നു. ഇതിനെ ഞാൻ ലോഗ് ചെയ്യാം. നേരത്തെ അതേ ഔട്ട്പുട്ട് അല്ലേ ഇവിടെ കിട്ടിയ. ഞാനിപ്പോ ഇവിടെ 2 ആക്കുകയാണെങ്കിൽ നമ്പർ ഈസ് 2. ഇതാണ് മക്കളെ ടെർണറി ഓപ്പറേറ്റർ. ടെർണറി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ അതിനകത്ത് മെയിൻലി 2 സാധനങ്ങളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കും, രണ്ടെന്ന് പറയുന്ന ഒരു ഫുൾ കോളനും. ഓക്കെ, ഇതാണ് ടെർണറി ഓപ്പറേറ്റർ. ഞാൻ നേരത്തെ എഴുതിയ സിമ്പിൾ ഇഫൽസിനെ നമുക്ക് 1 ലൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് ടെർണറി ഓപ്പറേറ്റർ. സോ ഇതിനകത്ത് വരുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്ന ഒരു ഫുൾ ക്വസ്റ്റ്യൻ മാർക്ക്, രണ്ടെന്ന് പറയുന്ന ഒരു ഫുൾ കോളൻ. ക്വസ്റ്റ്യൻ മാർക്കിന് മുന്നേ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കും. ഇവിടെ എന്ന് പറയുന്നത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള അവിടെ കൊടുക്കും. ഇനി ഇപ്പുറത്ത് കണ്ടീഷൻ ഫോൾസ് ആണ്. അതാണ് അതിന്റെ സിന്റാക്സ്. ഇവിടെ അപ്പോ കണ്ടീഷൻ നമ്പർ ഈക്വൽ ടു ട്രൂ, ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെ ഇട്ട്, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെ ഇട്ട്. അപ്പോ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് വന്നപ്പോഴത്തേക്ക് സ്ട്രിംഗ് ഇന്റർപൊലേഷൻ ആണ്. ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തോ അതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. നമ്പർ ഈക്വൽ ടു 2 ആണോ എന്ന് നോക്കി, ട്രൂ ആണ്. അതുകൊണ്ട് ഈ ഒരു സാധനം ഡബിൾ കോട്ട്സിനകത്തുള്ള പ്രിന്റ് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് വന്നത്, ഇവിടെ നമ്പർ ഈക്വൽ ടു 2 വന്നത്. ഞാൻ ഇവിടെ 20 കൊടുക്കുമ്പോഴത്തേക്ക് 20 ഈക്വൽ ടു 2 ആണോ നോക്കി, ഫോൾസ് ആണ്, നമ്പർ നോട്ട് 2 എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇതാണ് അതിന്റെ ബേസിക് സിന്റാക്സും ലോജിക്കും. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ഫുൾ കോളൻ, ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പ് ഒരു കണ്ടീഷൻ, ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം ട്രൂ ആണെങ്കിൽ അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ.